എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പാസ്പോർട്ടിനുള്ള അപേക്ഷാ ഫീസ് കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ചു. ജൂലൈ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. നിലവിലുള്ള 36 പേജുള്ള പാസ്പോർട്ടിന് 1500 രൂപ എന്നുള്ളത് 2500 വർദ്ധിപ്പിച്ചു. 60 പേജുള്ള പാസ്പോർട്ടിന് 3500 നിന്നും 6000 രൂപയാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 36 പേജുള്ള തൽക്കാൽ പാസ്പോർട്ടിന് 1500 നിന്നും 3500 രൂപയാക്കിയിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 60 പേജുള്ള തൽക്കാൽ പാസ്പോർട്ടിന് 2000 നിന്നും 4000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. പുതുക്കിയ ഫീസ് പ്രകാരം നഷ്ടപ്പെട്ടതോ കേടായതോ ആയിട്ടുള്ള 36 പേജുള്ള പാസ്പോർട്ട് പുതുക്കുന്നതിനും 5000 രൂപയും തൽക്കാൽ നിരക്ക് 6000 രൂപയാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 60 പേജുള്ള പാസ്പോർട്ട് പുതുക്കുന്നതിന് 6000 രൂപയും 60 പേജുള്ള തൽക്കാൽ പാസ്പോർട്ടിന് 8500 രൂപയാക്കിയിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാസ്പോർട്ട് പ്രധാനമായും ഒരു യാത്രാ രേഖ മാത്രമാണ് എന്നും ഇത് ഇന്ത്യൻ പൗരത്വത്തിനുള്ള തെളിവല്ല എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പാസ്പോർട്ടിനുള്ള നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 36 പേജുള്ള പാസ്പോർട്ടിന് 1750 രൂപയും കുട്ടികളുടെ താൽക്കാൽ പാസ്പോർട്ടിന് 4250 രൂപയുമായിരിക്കും. നഷ്ടപ്പെട്ടതോ കേടായതോ ആയിട്ടുള്ള കുട്ടികളുടെ പാസ്പോർട്ടിന് 4250 രൂപയും തൽക്കാലിന് 6750 രൂപയുമാണ്. ഇങ്ങനെയാണ് വർധനവ് വരുത്തിയിട്ടുള്ളത്. അടുത്ത മാസം മുതൽ, അതായത് ജൂലൈ 1 മുതൽ ഈ പാസ്പോർട്ടിന്റെ വില വർധനവ് പ്രാബല്യത്തിൽ വരുന്നതാണ്. ഇപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ജൂലൈ 1 മുമ്പ് അപേക്ഷ നൽകുകയാണ് എങ്കിൽ പഴയ ഫീസിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തേക്കുള്ള ശമ്പള വരുമാനങ്ങളുടെയും ഓഡിറ്റ് ആവശ്യമില്ലാത്തവരുടെയും ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. ശമ്പളമുള്ളവർ മൂലധന നേട്ടങ്ങൾ, സ്വത്തുക്കൾ എന്നിവയിൽ നിന്നുള്ള വരുമാനങ്ങൾ ITR 1, ITR 2 ഫോമുകൾ പൂരിപ്പിക്കണം. ഏപ്രിൽ ജൂൺ പദത്തിലെ TDS അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 7. ഇന്ത്യൻ റെയിൽവേയിലും പുതിയ മാറ്റങ്ങൾ വരികയാണ്. ജൂലൈ 1 മുതൽ യാത്രക്കാരെ കർശന നടപടികളിലൂടെ സ്വീകരിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചിട്ടുള്ളത്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതിനുള്ള കുറഞ്ഞ പിഴ 250 നിന്നും 500 രൂപയാക്കിയും ഉയർത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കായി സംവരണം ചെയ്ത കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാർക്ക് 2500 രൂപ വരെ പിഴ ഈടാക്കും. ഒരാളുടെ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നത് കണ്ടെത്തിയാൽ ഉയർന്ന പിഴ ഈടാക്കും. എത്രയാണ് എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. ജനറൽ ടിക്കറ്റുമായി സ്ലീപ്പർ കോച്ചുകളിൽ യാത്ര ചെയ്താലും കർശന നടപടി നേരിടേണ്ടി വരും. അനധികൃത കച്ചവടം, ട്രെയിനുകളിൽ ഭിക്ഷാടനം, അസഭ്യ പെരുമാറ്റം, മദ്യപിച്ചുള്ള യാത്ര, ഭൂമിയിൽ അതിക്രമിച്ചു കയറൽ, അപകടകരമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുപോകൽ എന്നിവയ്ക്കും ഉയർന്ന പിഴ ചുമത്തുമെന്നും ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ജൂലൈ 1 മുതൽ ആധാർ അപ്ഡേറ്റിന് സൗജന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാർഡിലെ മേൽവിലാസം അടക്കമുള്ള വിവരങ്ങൾ സൗജന്യമായിട്ട് ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ജൂലൈ 1 മുതൽ ഡിസംബർ വരെ സൗജന്യമായി പേര്, വിലാസം, ജനനതീയതി, ലിംഗഭേദം, മൊബൈൽ നമ്പർ, ഇമെയിൽ തുടങ്ങിയ വിവരങ്ങൾ ഈ കാലയളവിൽ യാതൊരു ഫീസും ഈടാക്കാതെ അപ്ഡേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഓരോ അപ്ഡേഷനും 75 രൂപ നൽകേണ്ടി വരും. മറ്റൊന്ന്, ക്രെഡിറ്റ് കാർഡ് നിയമങ്ങളിലും മാറ്റം വരികയാണ്. HDFC ബാങ്ക് സ്വകാര്യ ഗോൾഡ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് വിമാനത്താവളങ്ങളിൽ ലോഞ്ച് സൗകര്യം ലഭിക്കുന്നതിന് 60,000 രൂപ ചെലവഴിച്ചിരിക്കണം എന്ന പുതിയ നിബന്ധന നിലവിൽ വന്നു. സിറ്റി ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ ജൂലൈ 15 കൂടിയിട്ട് ആക്സിസ് ബാങ്കിലേക്ക് മാറും. കാർഡ് നമ്പർ, പിൻ കാലാവധി, CVV നമ്പർ എന്നിവയിൽ മാറ്റമുണ്ടാകില്ല. എന്നാൽ ആക്സിസ് ബാങ്കിന്റെ പലിശ നിരക്കുകളെ ഇത് ബാധിക്കുക തന്നെ ചെയ്യും. യെസ് ബാങ്കിലും മാറ്റങ്ങളുണ്ട്. യെസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് സൗജന്യ എയർപോർട്ട് ലോഞ്ചിങ് സൗകര്യം ലഭ്യമാകാൻ ഓരോ പാദത്തിലും 35,000 രൂപ ചെലവഴിച്ചിരിക്കണം. നേരത്തെ ഇത് 10,000 രൂപയായിരുന്നു. HDFC ബാങ്കിന്റെ ഇതിലും മാറ്റമുണ്ട്. സർക്കാർ പേയ്മെന്റുകൾ, ഇൻഷുറൻസ് പ്രീമിയം, ഇന്ധന പർച്ചേസ്, യൂട്ടിലിറ്റി പേയ്മെന്റുകൾ എന്നിവയ്ക്ക് ജൂലൈ 1 മുതൽ റിവാർഡ് പോയിന്റുകൾ ലഭിക്കില്ല എന്നും HDFCയും വ്യക്തമാക്കി. എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.